നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പോർക്കുളം പഞ്ചായത്തിലെ മങ്ങാട് മാളോർക്കടവിൽ ലഹരിക്കടിമപ്പെട്ട RSS പ്രവർത്തകർ വടിവാളുകളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് CPM ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മാളോർക്കടവ് സ്വദേശി മിഥുൻ അജയഘോഷിനാണ് വെട്ടേറ്റത്. ഞായറാഴ്ച ഉച്ചയോടെ അമിതമായി ലഹരി ഉപയോഗിച്ചെത്തിയ RSS BJP പ്രവർത്തകർ മാളോർക്കടവിലെ കോതോട്ട് കുടുംബക്ഷേത്രത്തിന് സമീപം ക്യാരംസ് കളിക്കുകയായിരുന്ന 4 പേരെ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തതായി പറയുന്നു. മിഥുന്റെ സഹോദരൻ മനീഷ് അടക്കമുള്ളവരെയാണ് സംഘം ആക്രമിച്ചത്. ഇതേ തുടർന്ന് ഇവർ തമ്മിൽ വാക്കുതർക്കം നടന്നിരുന്നു. തുടർന്ന് തിരിച്ചെത്തിയ സംഘം മിഥുൻ അജയഘോഷിനെ ആക്രമിച്ചു. ഒഴിഞ്ഞുമാറുന്നതിനിടെ പിൻകഴുത്തിന് വെട്ടേറ്റതോടെ മിഥുൻ വീട്ടിലേക്ക് ഓടിക്കയറി. കുറുമ്പൂർ വീട്ടിൽ വിഷ്ണു, കോതോട്ട് വീട്ടിൽ അരുൺ, കരുമാൻപാറ വീട്ടിൽ രാകേഷ്, ഡാഡു എന്ന ഗൗതം എന്നിവർ ചേർന്നാണ് മിഥുനെ ആക്രമിക്കുകയും വടിവാളുമായി റോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തത്. പ്രദേശവാസികൾ പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ സംഘം 3 പേരെ സംഭവസ്ഥലത്തു നിന്നും വിഷ്ണുവിനെ പിന്നീട് വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. മാസങ്ങൾക്ക് മുമ്പ് പ്രദേശത്തെ മറ്റൊരു CPIM ബ്രാഞ്ച് സെക്രട്ടറിയായ വെട്ടിക്കടവ് സ്വദേശി ഷാജുവിന്റെ വീട്ടിലേക്ക് വടിവാളുകളുമായി ആക്രമിക്കാനെത്തിയ സംഘത്തിൽ ഇവരും ഉണ്ടായിരുന്നു. MDMA അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയതിനും പ്രദേശത്തെ CPM പ്രവർത്തകരെ ആക്രമിച്ചതിനുമടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഈ സംഘം. താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മിഥുനെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M. ബാലാജി, TK വാസു, ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ എന്നിവർ സന്ദർശിച്ചു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനെ കൊടിയേറി. ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് മെത്രോപൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ശേഷം കൊടിയേറ്റം നടത്തി. സെപ്റ്റംബർ 2 മുതൽ 7 വരെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. സെപ്റ്റംബർ 3, 5 തീയതികളിൽ ധ്യാനയോഗവും സെപ്റ്റംബർ 6 തീയതി ഇടവകയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ രോഗികൾക്കും പ്രായമായവർക്കുമുള്ള പ്രത്യേക കുർബാന ലഹ്മോദിഹായെ എന്ന പേരിൽ നടത്തും. സെപ്റ്റംബർ 7, 8 തീയതികളിലെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. സെപ്റ്റംബർ 7 വൈകിട്ട് 5:30 കുറുക്കൻപാറ കുരിശുപള്ളിയിൽ നിന്നും പദയാത്ര കത്തീഡ്രലിൽ എത്തിച്ചേർന്നതിനു ശേഷം സന്ധ്യാനമസ്കാരവും തുടർന്ന് ശ്ലൈഹിക വാഴ്വും ഉണ്ടാകും. സെപ്റ്റംബർ 8 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്കുള്ള മെറിറ്റ് അവാർഡും നിറപുഞ്ചിരി ചികിത്സാ സഹായ വിതരണവും ഉണ്ടായിരിക്കും. വാദ്യാഘോഷങ്ങൾ എത്തിച്ചേർന്ന് വൈകിട്ട് 4:30 അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണവും ധൂപപ്രാർത്ഥനയും ആശീർവാദവും നടത്തും. തുടർന്ന് തോട്ടുപുറം തറവാട്ടുവേല വരവും നേർച്ച വിളമ്പും ഉണ്ടായിരിക്കും. വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, കൈസ്ഥാനി റെജി CI, സെക്രട്ടറി ബെന്നി KS എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി പെരുന്നാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കടവലൂർ കല്ലുംപുറം സ്കൂളിലെ വിവാദ സന്ദേശം നൽകിയ അധ്യാപികമാർക്ക് പിന്തുണയുമായി SDPI രംഗത്ത്. ഭരണഘടന അനുശാസിക്കുന്നതിൽ കൂടുതലൊന്നും തന്നെ അധ്യാപികമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നും ഇവർക്കെതിരെ പോലീസ് കേസെടുത്തത് പുനഃപരിശോധിക്കണമെന്നും അധ്യാപികമാരുടെ വീട് സന്ദർശിച്ച SDPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റാഫി താഴത്തേതിൽ പറഞ്ഞു. രാഷ്ട്രീയ മുതലെടുപ്പിനായി നടത്തുന്ന വിവാദങ്ങൾക്ക് ഇരയായ അധ്യാപികമാർക്ക് എല്ലാ പിന്തുണയും SDPI നൽകി. മണ്ഡലം ട്രഷറർ KM റഫീഖ്, കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഹീം, നേതാക്കളായ ഷഫ്ജീർ, ഉബൈദ്, PK ഷമീർ, നിഷാദ് എന്നിവരും ഷാഫിക്കൊപ്പം ഉണ്ടായിരുന്നു. കണ്ടുകൊണ്ട് CPM-ഉം CPM-ന്റെ പോഷക സംഘടനയായിട്ടുള്ള DYFI-യും കേരളത്തിന് അകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിദ്വേഷ പ്രചരണത്തിൻ്റെ ഭാഗമായി തന്നെ അതിൻ്റെ തുടർച്ച തന്നെയാണ് കടവല്ലൂർ പഞ്ചായത്തിലെ കല്ലുംപുറത്ത് ഈ സ്കൂളിലെ വിവാദ മെസ്സേജുമായി ബന്ധപ്പെട്ട് പ്രചരണങ്ങളും സമരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. CPM-ഉം DYFI-യും നടത്തുന്ന ഇത്തരം വർഗീയ വിദ്വേഷ പ്രചരണം
ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കെതിരെ ജനാധിപത്യ രീതിയിൽ അണിനിരക്കണമെന്നും. തനിമലയാളിയായി ബോളിവുഡ് താരം അക്ഷയ് കുമാർ ഗുരുവായൂരിൽ സന്ദർശനം നടത്തി. കേരളീയ വേഷമണിഞ്ഞാണ് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി അക്ഷയ് കുമാർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡിൽ വന്നിറങ്ങിയത്. മുണ്ടും കുർത്തയും അണിഞ്ഞ് ഹെലികോപ്റ്ററിൽ നിന്നിറങ്ങിയ താരത്തെ എതിരേൽക്കാൻ ഗ്രൗണ്ടിൽ വ്യായാമം ചെയ്യുന്നവരുമുണ്ടായിരുന്നു. അവർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും താരം മടിച്ചില്ല. തുടർന്ന് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് കാറിലായിരുന്നു യാത്ര. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ആചാരപരമായ വേഷങ്ങൾ ധരിച്ച് ക്ഷേത്ര ദർശനത്തിനായി ഇറങ്ങുകയും ചെയ്തു. അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറിനൊപ്പമാണ് താരം ക്ഷേത്രത്തിലെത്തിയത്. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് 2000 കർഷക ചന്തകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുന്നംകുളം കൃഷിഭവനിൽ കർഷക ചന്ത ആരംഭിച്ചു. പൊതുവിപണിയേക്കാൾ വില കുറച്ചും കർഷകർക്ക് ലാഭമുണ്ടാകുന്ന തരത്തിലുമാണ് ഓണച്ചന്തയിൽ ഉപഭോക്താക്കൾക്കായി വിവിധ കാർഷികോൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് സജ്ജമാക്കിയിട്ടുള്ളത്. കർഷകരിൽ നിന്നും ഹോർട്ടികോർപ്പ് സംഭരിച്ച കാർഷികോൽപ്പന്നങ്ങൾ, പ്രാദേശികമായി കർഷകർ വിളയിച്ച കാർഷികോൽപ്പന്നങ്ങൾ, കേരള അഗ്രോ ഉൽപ്പന്നങ്ങൾ, വിവിധ കൃഷിക്കൂട്ടങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയും വിപണിയിൽ ലഭ്യമാണ്. കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പഴം പച്ചക്കറി വിപണനമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ T സോമശേഖരൻ, PK ഷബീർ, കൃഷി ഓഫീസർ S ജയൻ, കൃഷി ഉദ്യോഗസ്ഥരായ അനിൽകുമാർ, സ്നേഹ വി ജോസ്, മഞ്ജു, ജിഷ എന്നിവരും കർഷകരായ അമുൽരാജ്, പ്രിയ എന്നിവരും പങ്കെടുത്തു. ഗുരുവായൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് പച്ചക്കറി വിപണന കേന്ദ്രം ആരംഭിച്ചു. കിഴക്കേ നടയിൽ ടൗൺ ഹാളിന് സമീപത്ത് ആരംഭിച്ച വിപണന കേന്ദ്രം ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് PA അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന KR സൂരജ് നിർവഹിച്ചു. RH അബ്ദുൾ സലീം ഏറ്റുവാങ്ങി. സെക്രട്ടറി P ഇക്ബാൽ, പൊതുപ്രവർത്തകരായ KR ബാഹുലയൻ, സിന്ധു ബാബു, AV റൈനസ്, KN രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കരിക്കാട് സുബൈർ ആൻഡ് ഇല്യാസ് ചാരിറ്റബിൾ സൊസൈറ്റി ഇല്യാസ് ദിനാചരണത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കരിക്കാട് മെന്റ് കെയർ സെന്ററിന്റെയും പെരുമ്പിലാവ് റൈഹാൻ ഐ ക്ലിനിക്കിന്റെയും സഹകരണത്തോടെ അല്ലമീൻ സ്കൂളിൽ നടത്തിയ ക്യാമ്പ് വാടങ്കം സൗദ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി ചെയർമാൻ ജമാൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ബിന്ദു ധർമ്മൻ, PK മുരളി, ഷബീർ, ഷിനോസ് എന്നിവർ സംസാരിച്ചു. നിരവധി പേർ പങ്കെടുത്ത ക്യാമ്പിന് ചാരിറ്റി ജോയിന്റ് കൺവീനർ അഫ്സൽ, റാബിയ, താഹിർ, ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSന്റെ നേതൃത്വത്തിൽ മാനസ ഗ്രാമത്തിൽ ഓണക്കോടിയും ഭക്ഷ്യക്കിറ്റും വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ ഫൈസൽ കാനാമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ V സിമി, ലീഡർമാരായ ഷാരോൺ കൃഷ്ണ, KS അഭിനവ്, ഹബ്സ, S മുസ്തഫ, NSS വളണ്ടിയർമാർ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് ക്ലസ്റ്റർ കൺവീനർ P സൂര്യത് തേജസ് ഭക്ഷ്യക്കിറ്റ് വിതരണം സ്കൂൾ തല ഉദ്ഘാടനം നിർവഹിച്ചു. NSS വളണ്ടിയർമാർ കിടപ്പു രോഗികളുടെ വീടുകൾ സന്ദർശിച്ച് ഓണക്കോടിയും ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്തു. MBBSൽ ഫസ്റ്റ് ക്ലാസ് നേടിയ സ്രായിക്കടവ് സ്വദേശി ഷൈൻസിനെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പരേതനായ KSEB ഉദ്യോഗസ്ഥൻ ഷാജി K പുലിക്കോട്ടിലിന്റെയും കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സ്മിത ഷാജിയുടെയും മകളാണ് ഷൈൻസ്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ജനാർദ്ദനൻ അദിയാരത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ, പഴഞ്ഞി സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് VK മുഹമ്മദ്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം നടത്തി. പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു ശർമ്മ, ശുഭ അനിൽകുമാർ, സ്വപ്ന രാമചന്ദ്രൻ, രേഷ്മ സുധീഷ്, വിമല നാരായണൻ, വിജിനി ഗോപി, ICDS സൂപ്പർവൈസർ PP സഹീറ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും വകയിരുത്തിയ 2,79,000 രൂപ വകയിരുത്തി 79 പേർക്കാണ് കട്ടിൽ വിതരണം നടത്തിയത്. ബോധിധർമ്മ JTK ഇന്ത്യയുടെ നേതൃത്വത്തിൽ തൊഴിയൂർ ലാലിഗ സ്പോർട്സ് വില്ലേജിൽ മൺസൂൺ കരാത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം ലാലിഗ സ്പോർട്സ് വില്ലേജ് പ്രസിഡന്റ് ബഷീർ പൂക്കാട്ടിൽ നിർവഹിച്ചു. ബോധിധർമ്മ അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ ഡയറക്ടറുമായ അഡ്വക്കേറ്റ് ഷിഹാൻ മനോജിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കായി പ്രത്യേക പരിശീലന ക്യാമ്പ് നടത്തിയത്. ശാരീരിക ക്ഷമതയും മാനസിക ഏകാഗ്രതയും വളർത്തുന്നതിന് സഹായകമായ വിവിധ കരാത്തെ പരിശീലനങ്ങൾ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു. 180ഓളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ചരമം
കോട്ടോൽ പരേതനായ തോലത്ത് ഇട്ടൂപ്പ് മകൻ ചാക്കുട്ടി നിര്യാതനായി 83 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. കൊച്ചുമോൾ ഭാര്യയും ബിജു മകനുമാണ്. അടുപ്പുട്ടി പള്ളിനട കരുത്തിലായിൽ വീട്ടിൽ സൂസന്ന നിര്യാതയായി 86 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി പള്ളി സെമിത്തേരിയിൽ നടത്തി. രാജൻ, തമ്പി, ജോസ്മണി, കൊച്ചുമോൻ, ശാന്ത എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് കോടതിപ്പടി കപ്പളങ്ങാട്ട് പരേതനായ പൊന്നച്ചൻ്റെ മകൻ ഗോവിന്ദൻകുട്ടി നിര്യാതനായി 86 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 വീട്ടുവളപ്പിൽ നടത്തും. ജയപ്രകാശ്, ജയലളിത, ജലജ, മണികണ്ഠൻ എന്നിവർ മക്കളാണ്. കാട്ടകമ്പാൽ രാമപുരം നമ്പിടിപ്പറമ്പിൽ ഉദരപ്പൻ മകൻ സുനിൽ നിര്യാതനായി 49 വയസ്സായിരുന്നു. വിജിത ഭാര്യയാണ്. സംസ്കാരം ഐനൂർ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ഐനൂർ കണ്ടിരുത്തി പരേതനായ ചാത്തുമകൻ നാരായണൻ നിര്യാതനായി 80 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഐനൂർ ശാന്തിതീരം ക്രിമിറ്റോറിയത്തിൽ നടത്തും. പുതിയറ പള്ളിക്ക് പടിഞ്ഞാറ് വശം താമസിക്കുന്ന പരേതനായ പേള പരീക്കുട്ടി മകളും മുസ്ലിം ലീഗ് നേതാവ് PP ഷാഹുവിൻ്റെ മാതാവുമായ പാത്തുണ്ണി നിര്യാതയായി 85 വയസ്സായിരുന്നു. പുതിയറ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തി. ഷാജിദ മകളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.